ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനേ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു ബീഫ് കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അത് വിറകടുപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള പെട്ടെന്ന് തന്നെ വഴന്നു വരുന്നതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് ഹൈപ്പ് എന്ന ഓപ്ഷൻ കൂടിയുണ്ട്, അതുകൂടി പ്രസ് ചെയ്തിടാനായിട്ട് മറക്കരുത്. ഞാനിവിടെ 3 കിലോ ഇറച്ചിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇറച്ചി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർക്കുന്ന ചേരുവകളുടെ അളവുകൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. സവാള ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതിൻ്റെ പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയുടെ പച്ചമണം മാറി വരുന്ന ടൈമിൽ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടില്ല എങ്കിൽ അടിക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. കറിക്ക് നല്ലൊരു കളറ് കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. വേവ് കൂടുതലുള്ള ഇറച്ചിയാണെങ്കിൽ ഒരു കഷ്ണം ചിരട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇറച്ചി പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കണം. തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടണമെങ്കിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. തക്കാളി നന്നായി കുക്കായി വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കുക. ബീഫ് കറിയുടെ രുചി ഒന്നുകൂടി കൂട്ടുന്നതിനായിട്ട് ഇതിൽ കായ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. ബീഫിൽ കായ ചേർത്തിട്ട് കറി വെച്ച് നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക.
കായ ചേർത്തിട്ട് കറി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നല്ല കുറുകിയ ചാറോടു കൂടി തന്നെ നമുക്ക് കറി കിട്ടും. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. മസാലകളൊക്കെ ബീഫിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കുക്കറിൽ തയ്യാറാക്കിയെടുക്കുന്ന കറിയേക്കാൾ രുചി കൂടുതലാണ് വിറകടുപ്പിൽ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ തിള വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചുടുവെള്ളം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ചുടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. കറി നന്നായി തിളച്ച് വരുന്ന ഈ ടൈമിൽ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കുക. കായ ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായി തന്നെ യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് സ്വല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.